രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ ചരിത്രത്തിലെ നിർണായക ചുവടുവയ്പ് നടത്താൻ ഒരുങ്ങുകയാണ് റെയിൽവേ. നിലവിൽ ജർമ്മനി, ജപ്പാൻ, ചൈന, US തുടങ്ങിയ രാജ്യങ്ങളാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് ട്രെയിൻ ഗതാഗതം നടത്തുന്നത്. ഈ പട്ടികയിലേക്കാണ് ഇന്ത്യ ഇടം പിടിക്കുന്നത്. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള ഹരിയാനയിലെ ജിന്ദ് സോനിപത് സെക്ഷനിലാണ് ആദ്യ സർവീസ് നടത്തുന്നത്. ജിന്ദിൽ ട്രെയിനിനായി തദ്ദേശീയമായ ഹൈഡ്രജൻ സംഭരണ ഇന്ധന വിതരണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഹൈഡ്രജൻ ലീക്സ് ഡിറ്റക്ടറുകൾ, ഫ്രെയിം ഡിറ്റക്ടറുകൾ തുടങ്ങിയ സെൻസറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ സുഗമവും സുരക്ഷിതവുമായി പ്രവർത്തനം ഉറപ്പാക്കാനായി പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ നാളുകളിൽ പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധർ ട്രെയിനിലുണ്ടാകും. ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത്. രാസപ്രക്രിയയുടെ ഉപോൽപ്പന്നമായി നീരാവി മാത്രമാകും പുറത്തേക്ക് തള്ളുക. 1200 കിലോവാട്ട് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ പ്രൊപ്പൽഷൻ സംവിധാനത്തോടു കൂടിയ ട്രെയിനിൽ 10 കോച്ചുകളാണുള്ളത്. പരമാവധി വേഗത മണിക്കൂറിൽ 75 കിലോമീറ്ററാണ്. ചെന്നൈയിലെ കോച്ച് ഫാക്ടറിയിൽ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടങ്ങൾ വിജയകരമായതിനെ തുടർന്നാണ് ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ റൂട്ടിന് ഇന്ത്യൻ റെയിൽവേ അംഗീകാരം നൽകിയത്. 1700 HP കരുത്തുള്ള എഞ്ചിനാണ് ഹൈഡ്രജൻ ട്രെയിനിൽ ഉപയോഗിക്കുക. ഹൈഡ്രജൻ ട്രെയിനുകളുടെ കൂട്ടത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കരുത്തുറ്റ എഞ്ചിനാണിത്. വിപുലമായ പദ്ധതികളും ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിക്ക് കീഴിൽ 35 ഹൈഡ്രജൻ ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുക. ഓരോ ട്രെയിനും നിർമ്മിക്കുന്നതിന് 80 കോടി രൂപ ചെലവ് വരും. ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, പാതകളിൽ ഒരുക്കാൻ 70 കോടി രൂപയും വേണ്ടിവരും.